ലാലേട്ടന്റെ മകളുടെ പടം ഇറങ്ങി. അതെ, ഒരുപാട് നെഗറ്റീവ് കമന്റുകളും ബോഡി ഷേമിങ്ങും നെഗറ്റീവ് കമന്റുകൾ ഏത് പടത്തിനാണ് വരാത്തത്? അല്ലെങ്കിൽ ഒരു വ്യക്തിനെ കുറിച്ച് നമ്മുടെ സമൂഹത്തിൽ രണ്ട് അഭിപ്രായങ്ങളുണ്ട്. പണ്ട് പഴമക്കാർ പറഞ്ഞ പോലെ അമ്മനെ തല്ലിയ രണ്ടുണ്ട് അഭിപ്രായം എന്ന് പറഞ്ഞ പോലെ അങ്ങനെ അഭിപ്രായങ്ങളുണ്ട്. അതിപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് പറഞ്ഞിട്ടല്ല. പക്ഷേ നമുക്ക് ലാലേട്ടൻ്റെ മോളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു അഭിനയ കുടുംബത്തിൽ നിന്ന് വരുന്ന ഒരു പുത്രിയാണ്. അപ്പോൾ ലാലേട്ടൻ്റെ പകുതി ഗുണങ്ങളെങ്കിലും ആ പുത്രിക്ക് കിട്ടാതിരിക്കില്ല. കാരണം അല്ലെങ്കിൽ ഈ സിനിമയിൽ എടുക്കൂല. കാരണം ജൂഡ് ആൻ്റണി എന്ന് പറയുന്ന തിരക്കഥാകൃത്തും ഡയറക്ടറും കൂടാതെ നടനുമാണ് അദ്ദേഹം. അദ്ദേഹം ഒരുപാട് കാഴ്ചപ്പാടിലൂടെയാണല്ലോ എടുക്കുക. അല്ല ലാലേട്ടൻ്റെ മോളെന്നും പറഞ്ഞ രീതിയിൽ അഭിനയിപ്പിച്ചേക്കുന്നത്. അതിപ്പോൾ ആൻ്റണി പെരുമ്പാവൂരുടെ ഒരു പ്രൊഡ്യൂസറിൻ്റെ മക്കളെയൊക്കെ അഭിനയിപ്പിക്കാറുണ്ട്. പക്ഷേ അതിൽ എന്തെങ്കിലും കാണാതെ ജൂഡ് ആൻ്റണി എന്ന് പറഞ്ഞ ഡയറക്ടർ, കാരണം അദ്ദേഹം 2018 എടുത്തതിന് നമുക്കറിയാം എത്രയോ ആർട്ടിസ്റ്റുകൾ വെച്ചിട്ടാണ് എടുത്തേക്കുന്നത്. ടോവിനോ, ആസിഫ് അലി, നമുക്ക് അതിൽ പറയണമെങ്കിൽ ഒരുപാട് പേര് പറയാനുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇതിൽ അദ്ദേഹത്തിന് പറ്റിയ കാസ്റ്റ് ആയതുകൊണ്ട് ഈ ലാലേട്ടൻ്റെ മോൾ വിസ്മയ മോഹൻലാലിന് പറ്റിയ റോളാണെന്ന് കണ്ടുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഈ പടത്തിൽ കാസ്റ്റ് ചെയ്തേക്കുന്നത്. പിന്നെ അഭിപ്രായങ്ങൾ, ഇപ്പോൾ ഒരു കാര്യത്തെക്കുറിച്ച് എന്താണ് അഭിപ്രായം ഇല്ലാത്തത്? 2-3 അഭിപ്രായം ഉണ്ടാവും. അപ്പോൾ നമുക്ക് നല്ല വശങ്ങളൊക്കെ നമുക്ക് ഇങ്ങോട്ട് എടുക്കാം, അല്ലാത്ത വശങ്ങളൊക്കെ നമുക്ക് തള്ളിക്കളയാം. പിന്നെ അതിൻ്റെ പുറകെ നമ്മൾക്ക് സിനിമ ഫീൽഡിലുള്ള ആളുകളുടെ അതിൻ്റെ പുറകെ പോയി കഴിഞ്ഞാൽ, കാരണം നിങ്ങൾ ഇപ്പം മുഖ്യമന്ത്രി ആണെങ്കിൽ എന്താണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ട് അവരൊക്കെ ഇതിനെക്കുറിച്ചൊക്കെ മൗനം ദീക്ഷിച്ചിരിക്കും. കാരണം അതിനെക്കുറിച്ച് പറയുമ്പോൾ പിന്നെ അതിന് നേരം ഉണ്ടാവുള്ളൂ. ഇപ്പം എന്നെക്കുറിച്ച് ഒരാൾ പറയുന്നു വളരെ മോശമായിട്ട്, ഞാൻ അതിൻ്റെ പുറകെ അതിൻ്റെ പുറകെ പോകേണ്ടി വരും എന്ന് പറഞ്ഞ പോലെ ഓരോരുത്തരുടെ അഭിപ്രായം പറയാം. പക്ഷേ നമുക്ക് അത് സ്വീകരിക്കണമെങ്കിൽ മാത്രം സ്വീകരിച്ചാൽ മതി. എന്തിനാണ് വേറെ അനാവശ്യമായിട്ടുള്ള ഉൾക്കാഴ്ചകളിലേക്ക് നമ്മൾ പോകാതിരിക്കുക? ബോഡി ഷെയ്മിങ് ഇപ്പോൾ എത്രയോ നടന്മാർ, ഇപ്പോൾ അംജദ് ഖാൻ, അദ്ദേഹം ഷോലയിൽ വന്ന് എന്താ ബോംബെയിൽ എത്രയോ വർഷങ്ങളായി, എനിക്കൊന്ന് ഇപ്പോഴും ഓടണ്ടെന്ന് അറിയാൻ പാടില്ല. കാരണം അമിതാഭ് വന്ന് ധർമ്മേന്ദ്രയായിട്ട് വന്ന ധർമ്മേന്ദ്ര, അന്നത്തെ ധർമ്മേന്ദ്രയുടെ പോലെ നമ്മുടെ മലയാളത്തിൽ ഇവിടെ എല്ലാവർക്കും ഈ ലോകം ഇവിടെ കുറേ മനുഷ്യർ എന്ന് പറഞ്ഞൊരു പടം നമ്മുടെ ഈ എറണാകുളം മാർക്കറ്റിലും ചിത്രീകരിച്ചത്. അദ്ദേഹത്തിൻ്റെ പ്രത്യേക സ്പെഷ്യൽ ചെയറൊക്കെ വന്നിട്ട്, കാരണം അദ്ദേഹത്തിൻ്റെ പടം കണ്ട് അതിപ്പോൾ അതിനെക്കുറിച്ച് അറിയാം. ഇപ്പോൾ പാട്ടുകാരില്ലേ, ഇപ്പോൾ പോപ്പ് മ്യൂസിക് പാടുന്ന ഇതുപോലെ ഉണ്ട്. അപ്പോൾ അതിപ്പോൾ അതിൻ്റെ കുറേ പക്ഷേ വിസ്മയ മോഹൻലാൽ എന്ന് പറഞ്ഞ ആ താരം ഇപ്പോൾ താരമായി. കാരണം ഇന്ന് പടം റിലീസ് താരമായി. ആ താരം മൈൻഡ് ചെയ്യണമെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഇപ്പോൾ ലാലേട്ടനെ കുറിച്ചാണെങ്കിലും പറയുന്ന അഭിപ്രായങ്ങളുണ്ട്. അപ്പോൾ പറയുന്ന പോലെ നമുക്ക് നല്ലതെന്ന് വന്ന് നമുക്ക് സ്വീകരിക്കാം, അല്ലാത്തവർക്ക് ഇങ്ങനെ പിന്നെ അതിൻ്റെ പുറകെ പോയിരിക്കുക. അപ്പോൾ ഇതാണ്. ഓക്കെ.